കുട്ടനാട് അതുപോലെ തന്നെ ഈ പാടശേഖരങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിക്കാരം. അപ്പോൾ ആ വെള്ളക്കെട്ടുള്ളവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഇത്ര ഭാഗം മുങ്ങിയാലും ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ വന്നത് വെള്ളക്കെട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഈ പാടത്തിൻ്റെ ഏരിയയിലും അതുപോലെ തന്നെ ആലപ്പുഴ ഏരിയകളിലൊക്കെ ഉള്ള ഈ വെള്ളക്കെട്ടുള്ള സ്ഥിതി ചെയ്യുന്ന ആഴ്ചകളോളം, ചില ടൈമിൽ ആഴ്ചകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം വെള്ളക്കെട്ടുകൾ നിലനിൽക്കുന്ന സ്ഥലങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട്. അപ്പോൾ അവർക്ക് കുരുമുളക് ഇതേപോലെ കൃഷി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാരെ നമ്മൾ വിളിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൊളീബ്രിയത്തിൽ തിപ്പല്ലിയിൽ ബഡ് ചെയ്ത ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കുരുമുളകാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളക്കെട്ടുകൾ ആഴ്ചകളോളം നിലനിൽക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്, അതുപോലെ തന്നെ വെള്ളക്കെട്ടുകൾ വർഷങ്ങളോളം നിലനിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണിത്. അപ്പോൾ അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അടിയിൽ തിപ്പല്ലിയാണ്. ഇത് വെള്ളത്തിൽ വളരുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലാണ് നമ്മളിത് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഇത് വെള്ളത്തിൽ ഇതായി കഴിഞ്ഞാൽ ഇത് നല്ല വളരുള്ളൂ. ഇതിൻ്റെ വേരൊക്കെ കണ്ടില്ല, നല്ല കരുത്തുള്ള വേരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിൽ നമ്മൾ എത്ര ആഴ്ചകളോളം നിന്നാലും ഇതിന് തൈകൾക്കൊന്നും പറ്റില്ല. നമ്മളെ ഈ കുരുമുളക് ഇത് കയറുതല വള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മരത്തിലൊക്കെ ചുറ്റിപ്പിടിച്ച് കയറാനോ അല്ലെങ്കിൽ പോസ്റ്റിലോ അത് നമ്മൾ എന്തിലാണ് ചെയ്തിരിക്കണമെന്നുണ്ടെങ്കിൽ വെള്ളക്കെട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് മേലെ പോയി നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു തരം കുരുമുളകാണിത്. അപ്പോൾ ഇത് ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിച്ചു, ഇത് വെള്ളക്കെട്ടുള്ളവർക്ക് എന്താ ചെയ്യുക, വെള്ളക്കെട്ടുള്ളവർക്ക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ അതിനു വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാണ് ഇത്. ഇപ്പോൾ നമുക്ക് കാണിച്ചു തരാം. നമുക്ക് ഏകദേശം ഇപ്പോൾ ഇതൊരു 1.5 അടി പൊക്കത്തിൽ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹൈറ്റിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര ഭാഗം ഏകദേശം ഇതുവരെ നമ്മൾ വെള്ളത്തിൽ മുങ്ങിയാലും നമുക്ക് കൃഷി ചെയ്യാം. നമുക്ക് ഒരു പ്രശ്നവുമില്ല വെള്ളത്തിൽ മുങ്ങിക്കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഒരു 10-500 സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ 10-300 ഒരുപാട് ആളുകൾ കൊണ്ടുപോയി. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളുണ്ട്. ഒരു 10-200-300 തൈകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ടൊന്ന് MK ഗാർഡനുമായിട്ട് നമ്മൾ നമ്പർ കൊടുക്കുക. ആ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വെള്ളക്കെട്ടൊക്കെ ഉള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കുട്ടനാട് അതുപോലെ തന്നെ ഈ പാടശേഖരങ്ങളിലൊക്കെ വെള്ളക്കെട്ട് അതിരൂക്ഷമായിക്കാരം. അപ്പോൾ ആ വെള്ളക്കെട്ടുള്ളവർക്ക് ഏകദേശം ഇപ്പോൾ ഒരു ഇത്ര ഭാഗം മുങ്ങിയാലും ഇതിനൊന്നും സംഭവിക്കില്ല. ഇതിലാണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് അങ്ങോട്ട് വെള്ളക്കെട്ടിൽ ഇപ്പോൾ ഏകദേശം ഇതിപ്പോൾ ഒരടിയോളം വെള്ളമുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൽ ഇത് ഇങ്ങനെ ആഴ്ചകളോളം നിന്നാലും ഈ കുരുമുളകിന് ഇത് സാധാരണമായിട്ട് നല്ല രീതിയിൽ ഇതിൽ കയറിപ്പോവും. ഇത് ശരിക്കും നടേണ്ടത് നമ്മൾ നടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തന്നെ ചാണകപ്പൊടി അതുപോലെ തന്നെ എല്ലുപൊടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നട്ടതിൻ്റെ ശേഷം നമ്മൾ പിന്നീട് വരുന്ന വെള്ളക്കെട്ടുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നമ്മളോട് ചോദിച്ച ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു, ഇതുപോലെ വെള്ളക്കെട്ടുള്ളതുണ്ട്, അങ്ങനെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്, അപ്പോൾ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ, കുരുമുളക് കൃഷി ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ പ്രേക്ഷകർ ഒരുപാട് ആൾക്കാർ നമ്മളെ ഇതിൽ തന്ന് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയതാണിത്. ഇത് തിപ്പല്ലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തതാണ്. ഇത് 1 അടി പൊക്കമുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെള്ളക്കെട്ട് എത്ര ഉയർന്നാലും ഏകദേശം ഇതിൻ്റെ ഒരു 1.5 അടി വെള്ളക്കെട്ട് ഉയർന്നാലും ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് കുരുമുളക് വിളയിച്ചെടുക്കാം. ഇത് കയറുതല വള്ളിയാണ്, പുഷ് പെപ്പറല്ല. അതുകൊണ്ട് തന്നെ വള്ളി നല്ല മുകളിലേക്ക് കയറുന്ന വള്ളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മരത്തിലോ അതുപോലെ പോസ്റ്റിലോ PVC പൈപ്പിലോ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കൃഷി ചെയ്യാവുന്നതാണ്.